2025 PSC നടത്തിയ 10th ലെവൽ എക്സാമിലെ ഇന്ത്യൻ ചരിത്രം വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഏത് SCERT ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂരാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഈ 5 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്. 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ഇതാണ് എക്സാമിന് ചോദിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളിനെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളിനെയാണ്. 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചത്. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. വർഷം നോട്ട് ചെയ്യണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 1857 വിപ്ലവത്തിന് കാരണം തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു. അതുപോലെ തന്നെ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണെന്ന പ്രചാരണം എല്ലാവരെയും പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികനാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. ഈ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ബംഗാളിലെ ബാരക്പൂരിൽ നിന്നാണ് മംഗൾ പാണ്ഡെ. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊന്നു. വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. PYQ ആണ്. ദത്തവകാശ നിരോധന നിയമവും ഈ കലാപത്തിൻ്റെ ഒരു കാരണമാണ്. ഇവിടെ പറയുന്നുണ്ട്, ഡൽഹി പിടിച്ചെടുത്ത കലാപികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. പിന്നെ കലാപസ്ഥലം നേതാക്കൾ: ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബും താന്ത്യ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. റിപ്പീറ്റഡ് PYQ ആണ്, ഈ ബോക്സ് പഠിക്കണം. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബ് താന്ത്യ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജിയുടെയാണ്. ചോർച്ച സിദ്ധാന്തം റിപ്പീറ്റഡ് PYQ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആ ചാപ്റ്ററിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. 1757 പ്ലാസി യുദ്ധം. റിപ്പീറ്റഡ് PYQ ആണ്. പ്ലാസി യുദ്ധം 1757. ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങളാണ്. ആദ്യത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അത് നടപ്പിലാക്കിയ പ്രദേശം ബംഗാൾ, ബീഹാർ, ഒറീസയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ. PYQ ആണ്. റേറ്റുവാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. റേറ്റുവാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ പഠിക്കണം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ആ പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. അത് നോട്ട് ചെയ്യണം. വിളവിൻ്റെ 60% കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിള മോശമായാലും നികുതി നൽകണമായിരുന്നു. ഇത് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റേറ്റുവാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു. കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു റേറ്റുവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. അടുത്താണ് മഹൽവാരി വ്യവസ്ഥ. ഇത് ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തായിരുന്നു മഹൽവാരി വ്യവസ്ഥ. ഇയർ നോട്ട് ചെയ്യണം. 1859 ബംഗാളിൽ കർഷകർ നീലം കൃഷിയെ തുടർന്ന് കലാപം ഉണ്ടായത് 1859. നീലം കർഷക കലാപം ബംഗാളിൽ 1859. അടുത്തത് സാന്താൾ കലാപമാണ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളായി പരന്നുകിടന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. രാജ്മഹൽ കുന്നുകളിലാണ്. ഇത് PYQ ആണ്. സാന്താൾ കലാപം നടന്നത് 1855. 1855 നടന്നത്. സിദ്ധുവും കാനുവുമാണ് കലാപത്തിൻ്റെ നേതാക്കൾ. അടുത്തത് കുറിച്യർ കലാപമാണ്. കലാപം നടന്നത് 1812. കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യർ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു
അന്നത്തെ തലശ്ശേരിയുടെ സബ് കളക്ടറായിരുന്ന TH ബേബർ കലാപത്തെപ്പറ്റി പറഞ്ഞ കോട്ട് പഠിക്കണം. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കോട്ട് പഠിക്കണം. 1 മാസം പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്ച നേതാവായിരുന്നു രാമൻ തമ്പി. വർഷം പഠിക്കണം. 1812. റിപ്പീറ്റഡ് PYQ ആണ്. അടുത്തൊരു ഫേമസ് കോട്ടാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിച്ചു. അങ്ങനെ പറഞ്ഞത് വില്യം ബെന്റിക്കാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭുവാണ്. ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളികളുടെ ജീവിതത്തെപ്പറ്റി ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരൻ പറഞ്ഞിങ്ങനെയാണ്. വയറു നിറയെ ആഹാരമോ വെള്ളമോ ശുദ്ധവായുവോ വെള്ളമോ വെളിച്ചമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരയിക്കുന്ന ഇന്ത്യൻ വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. തൊഴിലാളികളുടെ ജീവിതത്തെപ്പറ്റി പറഞ്ഞാണ് ജർഗൻ കുസ്യാക്കി. പേര് നോട്ട് ചെയ്ത് വെക്കണം. ജർഗൻ കുസ്യാക്കി. അടുത്തത് INC രൂപീകരിച്ച വർഷമാണ് 1885 ഡിസംബർ 28-നാണ്. ബോംബെയിലെ തേജ്വാൾ സംസ്കൃത കോളേജിൽ വെച്ചാണ്. 72 പ്രതിനിധികൾ പങ്കെടുത്തു. എത്ര പേര് പങ്കെടുത്തത് നോട്ട് ചെയ്യണം. 72. അടുത്തത് സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വർഷം 1905. വർഷം നോട്ട് ചെയ്യണം. 1905. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് കപ്പലോട്ടിയ തമിഴൻ. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത VO ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്താണ് VO ചിദംബരം പിള്ള. തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി VO ചിദംബരം പിള്ളയുടെയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതും VO ചിദംബരം പിള്ളയാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിളിച്ചത് വാലന്റൈൻ ചിറോളാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിളിച്ചത് വാലന്റൈൻ ചിറോളാണ്. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ട ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഇവരെയാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടത്. ബാലഗംഗാധര തിലക്, ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് അദ്ദേഹത്തെ വിളിച്ചത് വാലന്റൈൻ ചിറോളാണ്. ബാലഗംഗാധര തിലകിനെ.